ഫിലിം ഗാരേജിന്റെ എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും ഈദ് ദിനാശംസകൾ നേരുകയാണ്. ഇന്ന് ഈദ് പ്രമാണിച്ച ലക്കി ഭാസ്കർ എന്ന ദുൽഖർ സൽമാൻ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന തെലുഗു സിനിമയുടെ ടീസർ റിലീസ് തീയതി പ്രഖ്യാപനമാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രകാരം നാളെ ഏപ്രിൽ 11-ാം തീയതി ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ടീസർ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ അദ്ദേഹത്തിന്റെ സിനിമ ഒരു അന്യഭാഷാ സിനിമ കൂടിയാണ്, തെലുഗു സിനിമ കൂടിയാണ്. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് സിനിമയുടെ ചിത്രീകരണവും നടക്കുകയായിരുന്നു. ഒരുപാട് നാളുകളായിട്ട് ഫസ്റ്റ് ലുക്ക് അല്ലാതെ മറ്റ് അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴത്തെ ടീസർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ലക്കി ഭാസ്കറിന്റെ ടീസർ നാളെ മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിലായിരിക്കും റിലീസ് ചെയ്യുക. ഈ പറഞ്ഞ ഭാഷകളിൽ സിനിമ ഈ വർഷം 2024 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണല്ലോ ഫഹദ് ഫാസിൽ നായകനെത്തുന്ന ആവേശം. ജിത്തു മാധവൻ രോമാഞ്ചം എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് ടീസർ എന്നൊക്കെ പറയാവുന്ന സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ടീസർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. വെൽക്കം ടീസർ എന്ന പേരിലാണ് ആ ടീസർ യൂട്യൂബിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മികച്ചൊരു പ്രീ റിലീസ് ടീസർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ആവേശം കുവൈറ്റിൽ കാണാനിരിക്കുന്ന സിനിമാ പ്രേമികൾക്ക് ചെറിയൊരു നിരാശ വാർത്ത ഉണ്ട്. ആവേശം എന്ന സിനിമയിലെ സെക്കൻഡ് ഹാഫിൽ ഒരു സീൻ കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് സിനിമയുടെ സംവിധായകൻ കൂടിയായ ജിത്തു മാധവൻ ഇന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഇടയ്ക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് പൂർണ്ണമായും സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കില്ല എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതായിട്ടും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നു. ഒരു പക്ക ഫെസ്റ്റിവൽ മോഡിൽ കഥ പറയുന്ന സിനിമ കൂടിയാണല്ലോ ഫഹദ് നായകനായെത്തുന്ന ആവേശം. ചിത്രത്തിന്റെ ഇതിനോടകം തന്നെ പുറത്തു വന്ന കണ്ടന്റുകളെല്ലാം തന്നെ കണ്ട് ഒരു രാജമാണിക്യം വൈബെല്ലാം തന്നെ പലർക്കും തോന്നിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. കഴിഞ്ഞ ദിവസം ഫഹദിന്റെ രാജമാണിക്യമാണോ ഈ പടം എന്നൊരു ചോദ്യം ഫഹദ് തന്നെ അഭിമുഖത്തിൽ നേരിടേണ്ടതായിട്ട് വന്നു. അതിന് ഫഹദിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ആവട്ടെ, രാജമാണിക്യത്തിന്റെ അത്രയും നല്ലതാണോ എന്നറിയില്ല, പക്ഷെ രാജമാണിക്യം പോലെ വളരെ രസകരമായ മുഹൂർത്തങ്ങൾ ഉള്ള സിനിമ കൂടിയാണ് ആവേശം എന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആവേശത്തിൽ രോമാഞ്ചം സീൻസ് എല്ലാം തന്നെ ഉണ്ടാകുമെന്നൊരു ചോദ്യത്തിന് ആവേശം ഫുള്ള് രോമാഞ്ചം എന്ന് കൂടിയാണ് ഫഹദ് മറുപടി നൽകിയിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയുടെ നിർമ്മാതാവിൽ ഒരാൾ കൂടിയായ ഫഹദ് ആണെങ്കിലും ഒപ്പം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരാണെങ്കിലും സിനിമയിൽ വലിയ പ്രതീക്ഷയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കാത്തിരിക്കാം ആവേശം എന്ന സിനിമയുടെ നാളെ ഏപ്രിൽ 11-ന് വരാനിരിക്കുന്ന ആദ്യ പ്രതികരണങ്ങൾ കേട്ട് നിങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണ് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.